ഹായ് ഓൾ. അപ്പോൾ സിസ്റ്റമിക് പാത്തോളജിയിലത്തെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ബ്രോങ്കിക്ടാസിസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ബ്രോങ്കിക്ടാസിസ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആദ്യമേ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ പാത്തോജെനിസിസ്, പിന്നെ അടുത്തത് അതിൻ്റെ മോർഫോളജി, പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയും സബ് ഹെഡിങ്സിലാണ് ബ്രോങ്കിക്ടാസിസ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ ഡെഫിനേഷന് സ്റ്റാർട്ട് ചെയ്യും. ബ്രോങ്കിക്ടാസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അബ്നോർമൽ ആൻഡ് ഇറിവേഴ്സിബിൾ ഡയലറ്റേഷൻ of the bronchi and bronchioles which is more than 2 millimeter in diameter that occurs secondary to the inflammatory weakening or dilatation of the walls of the bronchi. അതായത് നമ്മുടെ ആ ബ്രോങ്കസും ബ്രോങ്കിയോൾസും ഇല്ലേ, അതിൻ്റെ ഡയലറ്റേഷനാണ്, അത് വലുതാവുക, അത് ഒരു ഇൻഫ്ലമേഷൻ കാരണം വലുതാവുകയാണ്. വിച്ച് ഇസ് മോർ ദാൻ 2 millimeter in diameter. ഇറ്റ് ഈസ് അബ്നോർമൽ ആൻഡ് ഇറിവേഴ്സിബിൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ ഓഫ് ബ്രോങ്കിക്ടാസിസ്. ഇനി അടുത്തത് ഇതിൻ്റെ പാത്തോജെനിസിസ് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്രോങ്കിക്ടാസിസ് ഈ യങ് ആയിട്ടുള്ള ഏജിലാണ്, ഏർലി അഡൽട്ട്ഹുഡിൽ, അതിൽ ഏർലി ഏജസിലാണ് ബ്രോങ്കിക്ടാസിസ് വരിക. അടുത്തതായിട്ട് പാത്തോജെനിസിസ് ഡിസ്ക്രൈബ് ചെയ്യാം. പാത്തോജെനിസിസ് മെയിൻലി പറയുമ്പോൾ അതിൽ ഒന്നിക്കൽ ഒബ്സ്ട്രക്ഷൻ കൊണ്ടായിരിക്കാം, ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിരുന്നു, അത് ബാക്ടീരിയ, ഫംഗസ്, ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ ചില ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം കൺജനിറ്റൽ ബ്രോങ്കിക്ടാസിസ് ഉണ്ട്, അത് പിന്നെ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി, അത് കാരണം ബ്രോങ്കിക്ടാസിസ് വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സീലിയ ഇല്ലേ, ഈ റെസ്പിറേറ്ററി ട്രാക്റ്റുള്ള അതിൻ്റെ മൈക്രോ സ്ട്രക്ചർ എന്തെങ്കിലും അബ്നോമാലിറ്റീസ്, ഡെവലപ്മെൻറ്റ് അബ്നോമാലിറ്റീസ് വന്നേക്കാം, അതും ബ്രോങ്കിക്ടാസിസ് ലീഡേക്കാം. അക്ടോപിക് ബ്രോങ്കിയൽ ആസ്മ, അത് കാരണം ബ്രോങ്കിക്ടാസിസ് വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട് ബ്രോങ്കിക്ടാസിസ് വരുന്നതിന്. മെയിൻലി ഒബ്സ്ട്രക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻസ്, ഇത് രണ്ട് കാരണമാണ് ബ്രോങ്കിക്ടാസിസ് വരുന്നത്. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഒരു ട്യൂമർ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ ബോഡി അല്ലെങ്കിൽ ലിംഫ് നോഡ്സിൻ്റെ എൻലാർജ്മെൻറ്റ്, ഇതൊക്കെ കാരണം ആ ഒരു റെസ്പിറേറ്ററി ട്രാക്റ്റ് ഒബ്സ്ട്രക്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ പറയുമ്പം ബാക്ടീരിയ, ഫംഗസ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂമോണിയ, ട്യൂബർക്ലോസിസ്, ഈ വക ഇൻഫെക്ഷൻസ്, അത് കാരണം ബ്രോങ്കിക്ടാസിസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിന് ഒബ്സ്ട്രക്ഷൻ വന്ന് വിചാരിക്കും. ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ സെക്രീഷൻസ് എല്ലാം എന്താവും, അക്യുമുലേറ്റ് ചെയ്യും. സെക്രീഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു സെക്കൻഡറി ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ട്രിഗർ ചെയ്തിട്ട് എന്തുണ്ടാക്കും, വീക്കനിങ് ആൻഡ് ഡയലറ്റേഷൻ ഓഫ് ദി ബ്രോങ്ക്യൂൾസ്. ഇപ്പുറത്താണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കും. ഇൻഫെക്ഷൻ കാരണം എന്താ ഉണ്ടാവുക, സെക്രീഷൻസ് ഒരുപാട് വരും. ഈ സെക്രീഷൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കും. അത് ലാസ്റ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് ഫൈബ്രോസിസ് ഉണ്ടാക്കും. വീണ്ടും ഇറ്റ് ലീഡ്സ് ടു വീക്കനിങ് ആൻഡ് ഡയലറ്റേഷൻ ഓഫ് ദി ബ്രോങ്ക്യൂൾസ്. ഇത് കാരണം എന്തുണ്ടാവും, ബ്രോങ്കിക്ടാസിസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാത്തോജെനിസിസ് എന്ന് പറയുമ്പോൾ. ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി, അത് കാരണം സെക്രീഷൻസ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി, അത് വീണ്ടും ഒരു ഇൻഫ്ലമേഷൻ റിയാക്ഷൻ ട്രിഗർ ചെയ്തു, വീക്കനിങ്, ഡയലറ്റേഷൻ. അപ്പുറത്ത് ഇൻഫെക്ഷൻ ആണെങ്കിൽ ആ സെക്രീഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ്, കാര്യം ലങ്ങിൻ്റെ ക്ലിയറിംഗ് മെക്കാനിസം നടക്കുന്നില്ല, ഈ സെക്രീഷൻ അങ്ങ് അക്യുമുലേറ്റ് ചെയ്യുക, വീണ്ടും ഒബ്സ്ട്രക്ഷൻ, ഇറ്റ് ലീഡ്സ് ഇൻഫ്ലമേഷൻ, ഫൈബ്രോസിസ്, അങ്ങനെ വീക്കനിങ്, ഡയലറ്റേഷൻ, ബ്രോങ്കിക്ടാസിസ് ഉണ്ടായി. അപ്പോൾ ഇതാണ് അതിൻ്റെ പാത്തോജെനിസിസ്. അടുത്തത് മോർഫോളജി പറയുമ്പോൾ തീർച്ചയായിട്ടും ഗ്രോസും പറയണം, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിയും പറയണം. ഗ്രോസ് പറയുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ ലെഫ്റ്റ് ലോബിലായിട്ടാണ് മെയിൻലി കണ്ടുവരുന്നത്. ലെഫ്റ്റ് ലോബിൽ ആ ലോവർ പാർട്ടിൽ വെർട്ടിക്കലി അങ്ങനെയാണ്. അതുപോലെ തന്നെ ബൈലേറ്ററൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായേക്കാം, മെയിൻലി ലെഫ്റ്റ് ലോബിൽ ലോവർ പാർട്ടിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിനൊരു ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് ഇതിൻ്റെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും, ഒരു ബ്രോങ്കോസ്കോപ്പിക് അപ്പിയറൻസ് പറയണം. അതിന് ആദ്യമേ തന്നെ ആ ഒരു നമ്മുടെ എന്താ പറയുക അപ്പിയറൻസ്, ബ്രോങ്ക്യൂൾസിൻ്റെ അപ്പിയറൻസ് ഒന്നിക്കൽ അത് ഇതുപോലെ തന്നെ ഈ ഒരു ഫ്യൂസിഫോം ഫീച്ചർ ആവാം. അപ്പോൾ ഫ്യൂസിഫോം അല്ലെങ്കിൽ അതിങ്ങനെ വെരിക്കോസ് ഫീച്ചർ ആവാം, വെരിക്കോസ്, അല്ലെങ്കിൽ അതിങ്ങനെ സിലിണ്ട്രിക്കൽ ഫീച്ചർ ആവാം, ഒരു സിലിണ്ട്രിക്കൽ ഫീച്ചർ ആവാം, അല്ലെങ്കിൽ അത് സാക്യൂൾ ഫീച്ചർ ആവാം, സാക്യൂൾസ്. അപ്പോൾ ഈ 4 ഫീച്ചറാണുള്ളത് ആ ബ്രോങ്ക്യൂൾസിൻ്റെ അപ്പിയറൻസ്: ഫ്യൂസിഫോം, വെരിക്കോസ്, സിലിണ്ട്രിക്കൽ ആൻഡ് സാക്യൂൾസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലങ്സിന് ഒരു കട്ട് സെക്ഷൻ എടുത്തെന്ന് വിചാരിക്കും. കട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഹണികോംബ് അപ്പിയറൻസ് ആയിരിക്കും. അത് മാത്രമല്ല ആ കട്ട് സെക്ഷനകത്ത് മ്യൂക്കസും പസ്സൊക്കെ ഫിൽഡ് ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഗ്രോസ് ഫീച്ചേഴ്സ്. അടുത്തത് അതിൻ്റെ മൈക്രോസ്കോപ്പിക് ഫീച്ചർ പറയുമ്പോൾ സ്ക്വാമസ് മെറ്റപ്ലേസിയ ഉണ്ടാവും. അതുപോലെ തന്നെ ലങ്സിൻ്റെ നോർമൽ സ്മൂത്ത് മസിൽസ്, ടിഷ്യൂ, സെൽസ്, അതൊക്കെ ഡിസ്ട്രക്ഷൻ വന്നിട്ട് ഫൈബ്രോസ് വന്നേക്കാം. അതുപോലെ തന്നെ അത് ലങ് പാരങ്ങവൽ ഫൈബ്രോസും അതിൻ്റെ ചുറ്റുവരെ നമുക്ക് ഇൻ്റർസ്റ്റിഷ്യൽ ന്യൂമോണിയയിലേക്ക് ഫീച്ചേഴ്സ് കാണാം.
അപ്പോൾ ഇതാണ് അതിൻ്റെ മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ്. മെയിൻലി സ്ക്വാമസ് മെറ്റപ്ലേസിയ, ഫൈബ്രോസിസ് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്തത് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ നല്ല ക്രോണിക് ആയിട്ടുള്ള കഫ് വരും. കഫ് മാത്രമല്ല, നമുക്ക് ആ കഫിൽ നമുക്ക് എന്താ പറയുക സ്പ്യൂട്ടം വരും, പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ കഫും പ്യൂറുലൻ സ്പ്യൂട്ടമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിനൊരു ഫൗൾ ഓർഡർ ആയിരിക്കും, ആ സ്പ്യൂട്ടത്തിന് ഫൗൾ ഓർഡർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ന്യൂമോണിയ ലൈക്ക് ഫീച്ചേഴ്സ്, സൈനുസൈറ്റിസ്, ഇതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. പിന്നെ ലേറ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അമൈലോയിഡിയോസിസ്, പിന്നെ കോർപ്പൾമിനൽ, ക്ലബിംഗ് ഓഫ് ദി ഫിംഗേഴ്സ്, പിന്നെ അതുപോലെ തന്നെ മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ആബ്സസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ ബ്രോങ്കിക്ടാസിസിൻ്റെ ഡെഫിനിഷൻ, പാത്തോജെനിസിസ്, മോർഫോളജി, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇത്രയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.